പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വചനഭാഗം. പത്രോസിന്റെ പ്രഥമ പ്രസംഗവും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചാണ് പത്രോസ് പറയാൻ ഇടവരുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദന്മാർ അവരെ പരിഹസിക്കുന്നത് കാണാൻ കഴിയും. ഇത് കണ്ട് പത്രോസ് 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉറക്കെ പറയുകയാണ്, യഹൂദ പുരുഷന്മാരെ, യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾപ്പീൻ. ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കാര്യമാണ് പത്രോസ് അവരോട് പറയാൻ ഇടവരുന്നത്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇത് 9-ാം മണി നേരമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ശേഷം അന്ത്യകാലത്ത് ജോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെട്ടതുപോലെ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് തിരുവെഴുത്ത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു ആത്മപകർച്ചയുടെ അനുഭവത്തിലേക്കാണ് ഈ തിരുവചന ഭാഗത്തെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇടവരുന്നത്. ഒരു ആത്മപകർച്ചയുടെ അനുഭവം ആദിമസഭയിൽ അപ്പസ്തോലനായ പത്രോസും കൂട്ടുകാരും ഒന്നിച്ചു പ്രാർത്ഥിച്ച് അനുഭവിച്ച് ഈ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ആരംഭം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടവരുമ്പോൾ ഇത്രയും കാലം നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പ്രാപിച്ചിരിക്കുന്ന ആത്മീയ തലത്തിൽ നിന്ന് ഒരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നതായി കാണാൻ കഴിയും. ആത്മാവിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആഴത്തെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് പറയുകയാണ്, ഈ അന്ത്യകാലത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആത്മീയ ഫലങ്ങൾ എന്തായിരിക്കും? എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. പ്രവാചകന്മാരിലേക്കുള്ള ആത്മീയ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന അഭിഷേകം ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് അന്ന് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ഇന്ന് കർത്താവ് വിളിച്ച് ഉണർത്തുകയാണ്. നിങ്ങൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ പ്രവാചക ദൂതുകൾ വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ആത്മീയ അഭിഷേകം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ദൈവം പകർന്നു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും താഴോട്ട് പോകുമ്പോൾ, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. കണ്ടോ, ആത്മപകർച്ചയുടെ ഒരു ആത്മീയ അന്തരീക്ഷത്തിന്റെ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ മീതെ ആകാശത്തിൽ താഴെ ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും മഹത്വപൂർണമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. കണ്ടോ, അന്ത്യനാളുകളിൽ യേശുവിന്റെ വരവനെ കാത്തിരിക്കുന്ന നാളുകളാണിത്. ഈ നാളുകളിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മേലേക്ക് ദൈവം അവിടുന്ന് പകർന്നു തന്നിരിക്കുന്നത്. ഈ ആത്മപകർച്ചയിൽ നമ്മൾ കർത്താവിന്റെ കർത്തൃവേലയ്ക്കായി നമ്മെ ദൈവം ഒരുക്കി അവനോടുകൂടെ നടത്താനുള്ള ഒരു സമയമാണിത്. ഈ സമയം കഴിഞ്ഞ ശേഷം ഇവിടെ വലിയൊരു പീഡനത്തിന്റെ കാലഘട്ടത്തിലേക്ക് വരാനുള്ള സാധ്യതകളെ കുറിച്ച് ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും മഹത്വപൂർണമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ ഭൂമിയിൽ അടയാളങ്ങളും ആകാശത്തിൽ അത്ഭുതങ്ങളൊക്കെ കാണാൻ ഇടവന്നാലും കർത്താവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ പരിപാലിക്കുന്ന ഒരു കർത്താവ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്ക് തരുന്നത്.
ഇന്ന് പ്രിയമുള്ളവരെ, ആത്മനിറവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവ് നമ്മോട് പറയാണ് ഈ വചനം. ഒരു ആത്മനിറവിൽ ദൈവത്തിന്റെ വചനം ലോകത്തെമ്പാടും എത്തിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് വരാനിരിക്കുന്ന കർത്താവിന്റെ വരവും കാത്ത് മണവാട്ടിയെ ചേർക്കുവാൻ മണവാളനായ യേശു വാനമേഘത്തിൽ മധ്യാകാശത്തിൽ കടന്നു വന്ന് ക്രിസ്തുവിനോടുകൂടെ നമ്മൾ എടുക്കപ്പെടാനുള്ള ഒരുക്കം. ഈ ഒരുക്കത്തിന് മുന്നോടിയായിട്ടാണ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആത്മാവിന്റെ നിറവിലേക്ക് വരണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മനിറവിലേക്ക് ഞങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകത്തക്ക വിധം അവിടുത്തെ ശക്തിയും കൃപയും അങ്ങ് പകർന്നു തരണം. അങ്ങയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.